ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചപ്പോൾ ഗാർഡൻ വീഡിയോസ് ഒന്നും ഇടാറില്ലല്ലോ എന്ന്. ഗാർഡൻ വീഡിയോസ് ഒന്നും ഇടാനുള്ള പൂക്കളും ഗാർഡനൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ പിന്നെ ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞ് വെയിലായി തുടങ്ങിയെങ്കിലും പൂക്കളും ചെടികളൊന്നും അത്ര ഒരു ഉഷാറായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഗാർഡൻ അങ്ങനെ ഉൾപ്പെടുത്താറില്ല. അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് എങ്കിലും ഇപ്പോൾ ഈ നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറി മാറി ശരിക്കും ഇപ്പോൾ പൂവിടുന്ന സമയമാണ്. നന്നായിട്ട് ഒക്ടോബർ തുടങ്ങി നന്നായിട്ട് പൂക്കളൊക്കെ റെഡി ആയിട്ട് വരുന്ന സമയമാണ്. പക്ഷേ ഇപ്പോഴും മഴയ്ക്കൊരു ശമനമൊന്നും ആയിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളൊന്നും അത്ര ഒരു റെഡിയായി വന്നിട്ടില്ല. ഈ ഒരു നാടൻ ജമന്തി നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. പക്ഷേ ഇതിങ്ങനെ അത്ര സപ്പോർട്ട് കൊടുത്താലാണ് അത് നിൽക്കുകയുള്ളൂ. ഇനി അതിൻ്റെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചുവടെ ഇങ്ങനെ ചെറിയ തൈകൾ പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ ഗാർഡനിലേക്ക് കുറച്ച് ദിവസമായി ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് തിരക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ പൂക്കളും ചെടികളൊക്കെ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ അവർക്ക് നല്ല റിസൾട്ട് തരുള്ളൂ കേട്ടോ. അത് നമ്മൾ ഈ ഗാർഡനിങ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് മടിയായിട്ടോ തിരക്കായിട്ടോ നമ്മൾ ഈ പൂക്കളുടെ അടുത്തേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അവരും അത്രയൊക്കെ തന്നെ നമ്മളെ മൈൻഡ് ചെയ്യുള്ളൂ. അതിങ്ങനെ വാടി ആരും ഇല്ലാത്ത പോലെയൊക്കെ നിൽക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. ഇത് മാങ്ങയിഞ്ചിയാണ് കേട്ടോ. മാങ്ങയിഞ്ചി എന്ന് പറയുമ്പോൾ അറിയാലോ, സാധാരണ ഇഞ്ചിയല്ല, മാങ്ങ ഈ ചമ്മന്തിക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കണ നല്ലൊരു ഫ്ലേവറായിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് വെച്ചൊരു തീയൽ റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2-3 ഇതിൽ റൂട്ട് വന്നതുണ്ട്, അതൊന്ന് പാകാന്ന് എഴുതി മാറ്റി വെച്ചതാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് നെടുകെ കീറിയതിന് ശേഷം നമുക്കിത് ഇതുപോലൊരു സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഈ ഇഞ്ചി നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് തീയലിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത്. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. സാധാരണ എല്ലാവരും ചമ്മന്തിക്കും ഒക്കെ വേണ്ടിയിട്ടാണല്ലോ ഈ മാങ്ങ ഇഞ്ചി എടുക്കാറ്. മാങ്ങ ചേർത്ത് അതേ ഫ്ലേവറിൽ തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെയും പിന്നെ ഇഞ്ചിക്കറി വെക്കണ പോലെയൊക്കെ നമുക്ക് പരീക്ഷിക്കാം. ഈ തീയൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട്. അത് തന്നെ ഒരു ചെറിയ പീസ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും. ഓരോ പീസ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് പോയി നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ചെറിയ പീസ് സവാള കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, ക്ലീൻ ചെയ്യാൻ മടിയില്ലാത്തവരാണെങ്കിൽ ഇത്തിരി ചെറിയ ഉള്ളിയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സാധാരണ മാങ്ങയിഞ്ചി കൈ കിട്ടുമ്പോൾ എപ്പോഴും പിക്കിൾ പോലെ ചെയ്തു വെക്കാറുണ്ട്. സ്വീറ്റായിട്ടും സ്വീറ്റ് അല്ലാതെയോ ഇഞ്ചിക്കറി പോലെയൊക്കെ ചെയ്തു വെക്കാറുണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ ആയതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഞാൻ തീയൽ വെക്കും. വലിയ ജോലിയൊന്നുമില്ല, നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പച്ചമുളക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 1-2 മുളക് എരിവിന് ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതെല്ലാം കൂടി ചേർത്തിട്ട് അങ്ങനെ ഒരുപാട് വഴറ്റി ബ്രൗൺ കളറാക്കുകയൊന്നും വേണ്ട. ഒന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് വഴറ്റി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ പച്ചയ്ക്ക് അരക്കണ പോലെ ആ ഒരു ടേസ്റ്റ് വരും. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കല്ലുപ്പ് കറിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കല്ലുപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളിതിൽ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഒരിത്തിരി ഉപ്പ് വേണ്ടി വരുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ കല്ലുപ്പ് ഇത്തിരി ധൈര്യമായിട്ട് ഇടാം. ആ സമയം കൊണ്ട് നമുക്കിത്തിരി പുളി ഒന്ന് കുതിരാൻ വെക്കാം. പുളി ഇപ്പോൾ കുറച്ചെടുത്ത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ടതാണ് കേട്ടോ. നമുക്ക് ഇതിൽ നിന്നും ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അതൊന്ന് അലർന്ന് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്.
2 വെളുത്തുള്ളിയുടെ അല്ലി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഒരു 2 പിടി തേങ്ങ. തേങ്ങ ഒന്ന് നന്നായിട്ട് വിട്ടൊക്കെ ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരട്ടെ. സാധാരണ തീയൽ നമ്മൾ ചെയ്യുന്ന പോലെ ഒരുപാട് ബ്രൗൺ കളറാക്കിയിട്ടൊന്നും എടുക്കണില്ല കേട്ടോ. പുളി ഒന്ന് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അലർന്ന് റെഡിയായിട്ട് വരും. നല്ല പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാരുകളൊന്നും ഇല്ലാത്ത പുളിയാണെങ്കിൽ തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് അരക്കാം. അങ്ങനെയും ചെയ്യാറുണ്ട് ഞാൻ. ഇതിപ്പോൾ പുളിവെള്ളം ആയിട്ടെടുക്കാമെന്ന് കരുതി. ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ മുളക് പൊടി. അതൊക്കെ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഒരുപാട് ചേർക്കരുത്. മല്ലിപ്പൊടി ഒരുപാട് ചേർത്താൽ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റായി മാറിപ്പോവും. ഇനി ഈ പൊടികൾ ഒരിത്തിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ചൂടാക്കി എടുക്കുക. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതുകൊണ്ട് ഇപ്പോൾ ചട്ടിയുടെ പാനിൻ്റെ ചൂടൊക്കെ തീരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും കൂടി ഒന്ന് ഫ്ലെയിം കൊടുത്തിട്ട് കരിഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം. എത്ര മതി. ഇനി ഇതിലേക്ക് ഈ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി പുളി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു 1/4 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. കാരണം നമ്മൾ ഈ കൂട്ട് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഈ തേങ്ങയും ഇഞ്ചിയൊക്കെ അധികം അരയാത്തത് കൊണ്ട് തന്നെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വേറിട്ട് നിൽക്കണ പോലെ തോന്നും. അപ്പോൾ ആ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഒരിത്തിരി അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ബൈൻഡിങ്ങോടും നല്ല ടേസ്റ്റിലും ആയിട്ട് വരും കേട്ടോ. ഇനി ഇതുപോലെ ചട്ടിയിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഒരു 2-3 ഉലുവയും ഒരിത്തിരി കടുകൊക്കെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവയുടെ പൊടി ചേർത്തിട്ടുണ്ട്. എന്നാലും ഇതുപോലെ മുഴുവൻ ഉലുവ പൊട്ടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ഈ ഉലുവ കടുക് ഇതുപോലെയൊക്കെ നമ്മൾ താളിച്ചെടുക്കുന്നത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കുമൊക്കെ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഉലുവ കടുക് ഇതെല്ലാം ചേർത്ത് താളിക്കുന്നത്. അപ്പോൾ നമുക്കതിനൊക്കെ മടി തോന്നും. പക്ഷെ അതൊക്കെ നല്ലതാണ്. ഇങ്ങനൊന്ന് കടുക് ഉലുവയൊക്കെ താളിച്ചെടുക്കുമ്പോൾ കറികൾക്ക് ടേസ്റ്റ് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഒന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ബാക്കി ഉള്ള സവാളയും അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് വാടി വരട്ടെ. മൺചട്ടിയിൽ ചെയ്യുന്ന സമയത്ത് വഴണ്ട് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഇത്ര മതി അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ഇത്തിരി കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം അതിലേക്ക് ജാറിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യണ്ട. എന്തായാലും ഇതിൽ വെള്ളം കുറച്ച് ചേർക്കേണ്ടി വരും. ഒഴിച്ചേറിയാണല്ലോ. എന്നിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ തിക്നെസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എങ്കിലും ഒരിത്തിരി ചാറോടുകൂടി ചോറിലൊഴിച്ച് കഴിക്കാൻ പാക രീതിയിലാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയൊക്കെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. കുറച്ചുകൂടിയൊക്കെ വെള്ളം ഞാൻ ചേർത്തിട്ട്
ഒരു പോറിങ് കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ നമ്മൾ, കറി ഇങ്ങനെ ഒഴിക്കുന്ന ഒരു ഭാഗം, ആ ഒരു പാകത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഈ സമയത്ത് നോക്കാം കേട്ടോ. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. പിന്നെ നമുക്ക് പൊടിയപ്പ് ഇട്ട് കൊടുക്കാം. ഇനി കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകും. പിന്നെ ഇതിൻ്റെ ഈ പുളിയും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരിത്തിരി പഞ്ചസാര അല്ലെങ്കിൽ ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി അത് ചേർക്കാനായിട്ട്. അതുകൂടി ചേർക്കുമ്പോൾ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്തിരി പുളിയുടെ കുറവും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ബാക്കി പിഴിഞ്ഞ് വെച്ചതുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം. ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ട് അടച്ച് വെക്കാം. സിമ്മിലിട്ട് തിളപ്പിക്കുമ്പോഴാണ് അത് നന്നായിട്ട് നെയ്യൊക്കെ പിരിഞ്ഞ് ഇങ്ങനെ വരും. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും ചെറിയ തീയിലേക്ക് വെച്ചതാണ്. ഇപ്പോൾ കണ്ട നെയ്യൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ. ഒന്നും കൂടി ഒന്ന് ടേസ്റ്റൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ഊണ് കഴിക്കാൻ തോന്നും. ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിരുന്നതുകൊണ്ട് ചട്ടിയുടെയും കറിയുടെയും ഒക്കെ ചൂടൊക്കെ പിന്നെ തിളയൊക്കെ അങ്ങനെ അടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഈ ഒരു പാകത്തിൽ എടുക്കാം. നല്ല സ്മെല്ലും ഒക്കെ ഉള്ള കറിയാണ്. നമ്മൾ സാധാരണ ഒരു ഇഞ്ചി തീയിൽ വയ്ക്കുന്ന ഒരു ടേസ്റ്റ് അല്ല. മാങ്ങയിഞ്ചി ആകുമ്പോൾ ആ മാങ്ങയിഞ്ചിയുടെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്ത് കഴിക്കുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട് ഇതിന്. ഇനി കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് മൺചട്ടി ആയതുകൊണ്ട് ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കും. ഒന്ന് ചുറ്റിച്ചെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ മാങ്ങയിഞ്ചി ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത് നമുക്ക് അവൈലബിൾ ആണ് മിക്കയിടത്തും. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തീയിലുണ്ടാക്കി വെച്ചാൽ 2-3 ദിവസമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ പുറത്ത് രാത്രിയൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് വെക്കുക. പുറത്താണ് വയ്ക്കണതെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു അച്ചാറോ ഒരു പപ്പടോ അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാം. അതല്ലെങ്കിൽ തൈര് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത്തിരി ഇതുപോലെ ഉണക്കമീനിൽ ഇത്തിരി ഉപ്പും മുളകും ഒക്കെ, ഉപ്പില്ല, മുളക്, മഞ്ഞൾ, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് തിരുമ്മിയിട്ട് ഒരിത്തിരി മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റാണ്. ആ സമയത്ത് ഞാനിതുപോലെ പാൻ വെച്ച് ഇത്തിരി ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിന് ഇങ്ങനെ ഓയിൽ വന്നോളും. പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരുപാടെല്ലാം ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ ചെയ്യണതുകൊണ്ട് സൈഡിൽ കൂടെ ഇത്തിരി ഓയിലൊക്കെ ചുറ്റിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി കറിവേപ്പിലൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വെച്ച് കൊടുത്ത് പെട്ടെന്ന് റെഡിയായി കിട്ടും. 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആ സൈഡിൽ കൂടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അവിടെ ആയി വരും. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചട്ടകം ഇത് ഈ മരത്തൈ വെച്ച് നമുക്കിതിൽ തിരിച്ചിടാനായിട്ട് ബുദ്ധിമുട്ടാണ്. സ്റ്റീലിൻ്റെ ചട്ടകമാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ചിട്ടിട്ട് റെഡിയാക്കിയെടുക്കാം. ഇനി ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് കൂടി റെഡിയായി കിട്ടും. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ തീയലിരിക്കും തോറും അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി നല്ല റെഡ് കളറായിട്ട് വരും കേട്ടോ. കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴേക്കും കളർ ചേഞ്ച് ആയി വരും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കോംബോ എന്ന് പറഞ്ഞാൽ ഇതാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഞാനിതുപോലെ കുറച്ച് അരിയുണ്ടടക്കം ഇങ്ങനെ റെഡിയാക്കി വെക്കലുണ്ട്. പക്ഷേ ഇത് അരിയല്ല കേട്ടോ, ഇത് അമൃതം പൊടി ഉണ്ടല്ലോ, അതൊരു പാക്കറ്റ് ഞാൻ ഇതുപോലെ വറുത്ത് വെച്ചിരുന്നതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ ബോളാക്കി എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ അതിന് പ്രത്യേക ഒരു അളവൊന്നുമില്ല, കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതൊക്കെ ചേർക്കാം കേട്ടോ. ഇത് പഞ്ചസാര ചേർക്കാതെ പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ കുറച്ചിട്ടാൽ മതി, പെട്ടെന്ന് നല്ല ഫ്ലേവർ കിട്ടും. ഇനി ശർക്കരപ്പാനി. നമ്മളിതുപോലെ അമൃതം പൊടി വെച്ച് ബോൾ ചെയ്യുന്ന സമയത്ത് മധുരത്തിന് ആവശ്യം, അതായത് കുഴഞ്ഞ് കിട്ടാൻ പാകത്തിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മധുരം കൂടിപ്പോവും. കാരണം ഈ അമൃതം പൊടിക്ക് ഓൾറെഡി ഒരു ചെറിയ മധുരം ഉള്ളതാണ്. അപ്പോൾ ശർക്കരപ്പാനി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് അതിന് ശേഷം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു കുഴപ്പമില്ല, ബോൾ ചീത്തയാവുക അങ്ങനെയൊന്നുമില്ല. ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി വേണം, മധുരമല്ലേ. ഒരു പിഞ്ചുപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിപ്പോൾ ഞാൻ ഫ്ലാസ്കിൽ നിന്ന് എടുത്തൊഴിക്കുന്ന വെള്ളമാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. പച്ചവെള്ളം ഒഴിക്കാതിരുന്നാൽ മതി, ഒന്നിലേക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം, അത് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചൂടുള്ള വെള്ളം. എന്നിട്ട് നമ്മളിത് പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴക്കണ പോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് കുഴഞ്ഞ് കിട്ടാൻ പാകത്തിന് ബാക്കിയുള്ളത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം, എന്നാലേ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നനവെത്തുള്ളൂ. ഇതുപോലെ മിക്സ് ചെയ്യാം. ഈ അമൃതം പൊടി നമുക്ക് ഇതുപോലെ ബോളാക്കുക മാത്രമല്ല കേട്ടോ, കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ പുട്ടൊക്കെ ചെയ്തെടുക്കാം. പുട്ടുണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ നന്നായിട്ട് ചേർത്തിട്ട് നെയ്യൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കണില്ല കേട്ടോ, ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് പാലിൽ ചേർത്ത് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഈ ഹോർലിക്സൊക്കെ നമ്മൾ പാലിൽ കലക്കി കൊടുക്കുമല്ലോ, അതുപോലെ കുറുക്കി കൊടുക്കാതെ അങ്ങനെ ഹോർലിക്സൊക്കെ ചേർക്കണ പോലെ പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ കുടിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇത് വെറുതെ പൊടിയായിട്ട് നമുക്ക് ഇടയ്ക്ക് വായിലിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത്തിരി മധുരമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഹെൽത്തി ആണോ എന്നൊരു മടി തോന്നും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുപോലെ ബോളാക്കി എടുക്കാൻ പാകമായിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. നെയ്യ് വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമായിട്ട്, അപ്പോൾ ഇത്തിരി നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഇതിലിനി ഉരുക്കി ചേർക്കണമെന്നൊന്നുമില്ല, കാരണം അത്യാവശ്യം ഈ ഒരു പൊടിക്ക് ചെറിയ ചൂടുണ്ട്. നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളം ചേർത്തിട്ടല്ലേ പൊടി കുഴച്ചെടുത്തത്, അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ നെയ്യ് മിക്സായി വന്നോളൂ. ഇത്രയും മതി നെയ്യ്. ഇനി കൈ വെച്ച് എല്ലാ ഭാഗത്തും ഒന്നാക്കിയെടുക്കാം. പിന്നെ ഇപ്പോൾ ഡോക്ടേഴ്സൊന്നും ഈ കുട്ടികൾക്ക് ഈ അമൃതം പൊടി കൊടുക്കാനായിട്ട് അങ്ങനെ സജസ്റ്റ് ചെയ്യാറില്ല. അത്യാവശ്യം കുറച്ച് മധുരവും എല്ലാം ചേർന്ന് വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ മധുരമൊന്നും ആരും കൊടുക്കലില്ലല്ലോ. ഒരു 2-3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഷുഗറൊക്കെ കൊടുത്താൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് മധുരം കൊടുക്കാനൊന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഡോക്ടേഴ്സും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല അമൃതം പൊടി ഇപ്പോൾ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പൊടി വറുത്ത് വെച്ച സമയത്തെ നമ്മൾ ഈ ഇതിലിങ്ങനെ ചെറിയ ചെറിയ കട്ടകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി, അതൊരു പണിയായി. അല്ലെങ്കിൽ ഈ ബോളിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിങ്ങനെ ബ്രേക്കായി പോവും. മീഡിയം സൈസിലുള്ള ഇതുപോലെ ചെറിയൊരു ബോൾ, ഈ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും കിട്ടും. അതുപോലെ ഈ ബോൾസിനൊക്കെ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ഈവനിങ് സ്നാക്ക് റെഡിയാക്കി വെച്ചാൽ സ്കൂളിലൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ തന്നെ വേഗം കഴിക്കാം. വൈകിട്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പണിക്കൊക്കെ നമുക്ക് മടി തോന്നും. നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാനായിരിക്കും എളുപ്പം. അപ്പോൾ ഇതിൽ നിന്നും 10-18ഓളം ബോൾസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പൊടി ഞാൻ പിന്നീട് എനിക്ക് തോന്നി ബാക്കി പൊടി കൂടി അങ്ങോട്ട് ഫുൾ എടുത്താൽ മതിയായിരുന്നു ഒരു പാക്കറ്റ്. ഞാൻ ഇത് കൂടിപ്പോകുമെന്ന് കരുതിയിട്ടാണ് കുറച്ചെടുത്തത്.
ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കാൻ തോന്നുള്ളൂ. എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കി വെക്കാൻ മടിയാണ്. അപ്പോൾ കണ്ടില്ലേ, എളുപ്പമല്ലേ. തേങ്ങ ഒന്നും ചേർക്കണ്ട. ഈ ഇത്രയും ഇവിടെ ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏലക്കാപ്പൊടി, നെയ്യ്, ശർക്കരയൊക്കെ വെച്ച് ചേർത്തിട്ടുള്ള ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്